സമറ്റിക് മതങ്ങൾ വന്ന ശേഷം എന്ന് പരാമർശിച്ചിരുന്നു. എന്താണ് സമറ്റിക് മതം? ഇൻഫാലിബിലിറ്റി ഓഫ് ദ പോപ്പ്, വെർജിനിറ്റി ഓഫ് മേരി തുടങ്ങിയ ഡോഗ്മകളിൽ ആവിർഭവിച്ച ക്രിസ്തു മതത്തെ, അതുപോലെ തന്നെ ഇസ്ലാം മതത്തെ ഒക്കെ സമറ്റിക് പാരമ്പര്യമുള്ള സുമേറിയൻ സംസ്കൃതിയുടെ എന്നുള്ള അർത്ഥത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു പറയാറുണ്ട്. അവയുടെ ചിന്താരീതിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരു പ്രൊക്രീഷൻ ബെഡിൻ്റെ തലം അതിനുണ്ട്. അതിലേക്ക് ഇന്ന് നിങ്ങൾ പറയുന്ന ഹിന്ദുമതവും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രൊക്രസ്റ്റസിൻ്റെ ബെഡിലേക്ക് നിങ്ങളും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സംഘടിതമാകുമ്പോൾ ഇതുണ്ടാവും. പ്രൊക്രസ്റ്റസിൻ്റെ ബെഡിൻ്റെ പ്രത്യേകത, അതിൽ ആളെ കിടത്തിയിട്ട് നീളം എത്ര കൂടുതലുണ്ടോ അത് മുറിച്ച് കളയും, കുറഞ്ഞാൽ വലിച്ചു നീട്ടുകയും ചെയ്യും. വ്യക്തിയെ അവൻ്റെ വാസനാജാലങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ വളരാൻ അനുവദിക്കാതിരിക്കുകയും കൃത്യമായ കൽപ്പനയിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ മതങ്ങളുടെ പ്രത്യേകത. തീർച്ചയായും അതെ. മതങ്ങൾ സംഘടിതമാകുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ ഹിന്ദു മതവും ഇന്ന് അങ്ങനെയാണ്. അങ്ങനെ മാത്രമാണ്, വ്യത്യാസമൊന്നുമില്ല. അതൊരു അനിവാര്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാകുന്നത്. അനിവാര്യത എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിട്ട് ഞങ്ങൾ അങ്ങനെയല്ല, മനസ്സിലായില്ല എന്ന് നടിക്കുന്നുണ്ട്. അതിൻ്റെ ഭൗതിക പുരോഗതി കണ്ട അന്തം വിട്ട ഒരു സമൂഹത്തിൻ്റെ പോക്കാണതെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിവ് കണ്ടിട്ടല്ല. ഭൗതിക പുരോഗതി അറിവില്ലായ്മയിൽ എത്രയുണ്ടായാലും അറിവുള്ള ഒരാൾ മതിയാവും അത് തിരിച്ചു പിടിക്കാൻ. ആ അറിവുള്ള ഒരാളെ ഇനി സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന തോന്നൽ എല്ലാ മതങ്ങളും സംഘടിതമാകുമ്പോൾ ഉണ്ടാവും. ആരെങ്കിലും സ്വയം അത് ആർജിച്ചു വന്നാൽ, ഭാരതീയർക്ക് പ്രത്യേകിച്ചും സ്ക്രാബ് സിൻഡ്രോം ഉള്ളതുകൊണ്ട് ഇതൊരു രോഗമാണ്. മനസ്സിലായില്ല? സ്ക്രാബ് എന്ന് പറഞ്ഞാൽ അറിയാം? ക്രാബ് ക്രാബ് ഞണ്ട് 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 ഞണ്ടിൻ്റെ സ്വഭാവം. കാരണം അങ്ങനെയാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ പറയുക. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഞണ്ടിനെയൊക്കെ അടച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. നെറ്റ് കൊണ്ട്, വല കൊണ്ട് അടച്ചാണ് കൊണ്ടുപോകുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഞണ്ടിനെ തുറന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഞണ്ടിനെ അടച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ ഞണ്ടുകളെ തുറന്നു വെച്ചാണ് കൊണ്ടുപോകുന്നത്. ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ ചോദിച്ചു, എന്താണ് ഇന്ത്യൻ ഞണ്ടിന് മാത്രം മൂടിയില്ലാത്തത്? പറഞ്ഞാൽ അതിൽ ഒരെണ്ണം പോലും രക്ഷപ്പെടുകയില്ലാന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചു. അത് ഒരെണ്ണം അള്ളിപ്പിടിച്ച് കയറിയാൽ അതിൻ്റെ കാലെ പിടിച്ച് മറ്റത് തരിച്ച് താഴെ ഇടുമെന്ന്. അതുകൊണ്ട് ശങ്കിക്കണ്ടെന്ന്. അതുകൊണ്ട് ഇന്ത്യൻ ഞണ്ടുകൾ രക്ഷപ്പെടില്ല. മറ്റ് രാജ്യങ്ങളിലെ ഞണ്ടുകളെ തുറന്നു വെച്ചാൽ അവൻ മുഴുവൻ കയറിപ്പോവും, വാലുവാലെ. ഈ സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വളർച്ചയേക്കാൾ മുഖ്യം മറ്റൊരുത്തൻ്റെ വളർച്ചയെ ഒന്ന് വലിച്ചു താഴെയിടല. എങ്കിലാണ് നമ്മുടെ വളർച്ചയ്ക്കൊരു പ്രാധാന്യം കിട്ടുക. നമുക്ക് കുരുവിയുടെ സ്വഭാവമുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, പ്രാചീന ഗ്രന്ഥങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല. പ്രാചീന ചരിത്രത്തിലില്ല. അങ്ങനെ ആവാം, അത് അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏതായാലും ചരിത്രപരമായി നമുക്ക് അനുഭവമില്ല. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ ഇതുണ്ട്. പോത്തിൻ്റെ പുറത്ത് കാഷ്ടിക്കുന്ന പക്ഷി പോത്തിനേക്കാൾ കേമൻ ഞാനാണെന്ന് ധരിക്കുന്ന പോലെ, പരുന്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ചെറിയ അടയ്ക്കാക്കുരുവി പരുന്തുയർന്ന് മുകളിലെത്തുമ്പം ഒരടി മുകളിലേക്ക് പറന്ന് പേടിച്ചു വന്ന് വീണ്ടും പുറത്തിരുന്ന് താഴെ വന്ന് അകലെ മാറിയിരുന്ന് ഞാനല്ലേ നിന്നേക്കാൾ പറന്നതെന്ന് ഭാവിക്കുന്നത് പോലെയുള്ള ഒരു മനോഭാവം നമ്മുടെ ജന്മവാസനയിലുണ്ടെന്ന് തോന്നുന്നു. അത് മാറിയാൽ ഒരുപക്ഷെ അറിവുണ്ടാവും. അറിവുണ്ടായാൽ
നമുക്ക് ഈ മത്സരത്തിൻ്റെ രംഗവേദിയിൽ കയറേണ്ടി വരില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാനുമാവും. ലളിതാ സഹസ്രനാമത്തിൽ ആത്മവിദ്യ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ഷോഡശാക്ഷരി വിദ്യ എന്ന് പറഞ്ഞാൽ ഇത് തന്ത്ര വിഷയമാണ്. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, കാമകോടിക. ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട അല്ല. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, കാമസേവിത. ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത എന്ന് തുടങ്ങുന്ന ഈ ഭാഗം ഷോഡശാക്ഷരിയുടെ ശ്രീവിദ്യയുടെ വർണ്ണനയാണ്. ശ്രീവിദ്യ ശ്രേഷ്ഠമായ മന്ത്രങ്ങളിലൊന്നാണ്. ഉപാസനയിൽ അത്യന്ത ശ്രേഷ്ഠമാണ്. ഇതിനെ അവലംബിച്ചൊരു കൃതി ശങ്കരാചാര്യരുടേതുണ്ട്, സൗന്ദര്യലഹരിയാണ്. അവിടെ ശരിക്കതിനെ ഉപാസിക്കുകയാണെങ്കിൽ പൃഥിവി മൂലാധാരം മുതൽ ഓരോ ചക്രങ്ങളിലൂടെ കടന്ന് ബ്രഹ്മഗ്രന്ഥിയെ, വിഷ്ണുഗ്രന്ഥിയെ, രുദ്രഗ്രന്ഥിയെ ഒക്കെ ഭേദിച്ച് സഹസ്രാരംബുജാരൂഢയായ ദേവി സുധാസാരാഭിവർഷിണിയായി ഒഴുകുന്ന തലങ്ങളെ വർണ്ണിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഉപാസന തലമാണിതിനുള്ളത്. അതിനെയാണോ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ സമയം പോരാ. ഇതിൻ്റെ ഒരു അർത്ഥം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എങ്കിൽ അതിൽ കാര്യവുമില്ല കാര്യമായിട്ട്. കാരണം ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ ആഗമതന്ത്രത്തിൻ്റെ രഹസ്യങ്ങളോടുകൂടി പഠിച്ചാൽ വളരെ വിശിഷ്ടമായ സൗന്ദര്യലഹരിയാണ് നല്ലപോലെ പഠിക്കേണ്ടത്. അത് നല്ലപോലെ പഠിക്കുകയും വേണം. ഇല്ലെങ്കിൽ ലളിതാ സഹസ്രനാമത്തിലൂടെ ഒരു വിശ്വമാതൃ സങ്കല്പം പോകുന്നുണ്ട്. അതിതിനകത്താണ് കിടക്കുന്നത്. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക. അവിടെയൊക്കെ അത് സഹസ്രാരംബുജാരൂഢയായ ദേവി സാരാഭിവർഷിണിയായി ആപ്ലാവിതയായി ഇറങ്ങുമ്പോൾ മുകളിലെത്തി. അതിൻ്റെ അനുഭൂതിയൊക്കെ തന്ത്രയോഗികളുടെ അടുക്കൽ നിന്ന് പഠിച്ചാൽ വളരെ ഉത്തമമാണ്. അതുകൊണ്ട് ഇതൊരു വിഷയം അല്പം തന്ത്രമാണ്. ആരെഴുതിയതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയണമെന്നില്ല. പക്ഷേ പഠിക്കേണ്ട വിഷയമാണ്. അതിങ്ങനൊരു ഒഴുക്കൻ മട്ടിലുള്ള ചോദ്യത്തിൽ അത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉത്തരവും ഇത്രയൊക്കെ മതിയാവും.